നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. DCC ട്രഷററുടെ ആത്മഹത്യ. IC ബാലകൃഷ്ണനെയും അപ്പച്ചനെയും ജനുവരി 15 വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി. എല്ലാ പ്രതികളും ഒരുപോലെ, ബോബിക്ക് പ്രത്യേകതയില്ല. ജാമ്യഹർജി ചൊവ്വാഴ്ച പരിഗണിക്കുമെന്ന് ഹൈക്കോടതി. P. ജയചന്ദ്രന് കേരളത്തിന്റെ അന്ത്യാഞ്ജലി. പ്രിയഗായകനെ ഒരു നോക്കു കാണാനെത്തി പ്രമുഖർ. സംസ്കാരം നാളെ. ചാൽ ബീച്ചിന് ചരിത്ര നേട്ടമായി ബ്ലൂ ഫ്ലാഗ് അന്താരാഷ്ട്ര അംഗീകാരം. ലൂക്ക സയൻസ് പോർട്ടൽ മിനി വിജ്ഞാനകോശം. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്ക് താൽക്കാലികാശ്വാസം. സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ, വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ എന്നിവരെ ജനുവരി 15 വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി വാക്കാൽ നിർദ്ദേശം നൽകിയതായി പ്രതിഭാഗം അഭിഭാഷകൻ TM റഷീദ് മാധ്യമങ്ങളോട് പറഞ്ഞു. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പോലീസിന് നിർദ്ദേശം നൽകിയത്. വ്യാഴാഴ്ചയാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. വെള്ളിയാഴ്ച കേസ് പരിഗണിച്ച കോടതി 15-ന് കേസ് ഡയറി ഹാജരാക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടു. അതുവരെ അറസ്റ്റ് ചെയ്യരുതെന്ന് വാക്കാൽ നിർദ്ദേശവും നൽകി. 15-ന് വിശദമായ വാദം കേൾക്കും. അന്ന് കോടതി രേഖകൾ പരിശോധിക്കും. അതിനുശേഷമേ കോടതി കേസിന്റെ മെറിറ്റിലേക്ക് കടക്കുകയുള്ളൂവെന്നും പ്രതിഭാഗം അഭിഭാഷകൻ TM റഷീദ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. NM വിജയനും മകൻ ജിജേഷും ആത്മഹത്യ ചെയ്ത കേസിലാണ് IC ബാലകൃഷ്ണൻ MLA, വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, DCC മുൻ ട്രഷറർ KK ഗോപിനാഥ്, അന്തരിച്ച മുൻ DCC പ്രസിഡന്റ് PV ബാലചന്ദ്രൻ എന്നിവരെ പ്രതികളാക്കി പോലീസ് കേസെടുത്തത്. KPCC പ്രസിഡന്റിന് നൽകാൻ വിജയൻ എഴുതിയ കത്തിൽ ഇവരുടെ പേരുകൾ പരാമർശിച്ചിരുന്നു. പോലീസ് അന്വേഷണത്തിൽ ലഭിച്ച മൊഴികളും നേതാക്കളെ പ്രതിചേർക്കുന്നതിലേക്ക് നയിച്ചതായാണ് വിവരം. സയൻസ് പാർക്കിൽ നവീകരിച്ച പൈതൃക കേന്ദ്രം പ്രദർശനശാല തുറന്നു. സംസ്ഥാന പുരാരേഖാ വകുപ്പിന് കീഴിൽ സജ്ജീകരിച്ച നവീകരിച്ച പൈതൃക കേന്ദ്രം പ്രദർശനശാല ജില്ലാ പഞ്ചായത്ത് സയൻസ് പാർക്കിൽ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. അപൂർവങ്ങളും അമൂല്യങ്ങളുമായ രേഖകളുടെ ചരിത്ര പ്രാധാന്യം പൊതുജനങ്ങൾക്ക് പകർന്നു നൽകുന്നതിനും പൈതൃക സമ്പത്ത് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത പുതുതലമുറ മനസ്സിലാക്കുന്നതിനും മുന്നാണ് പുരാരേഖ വകുപ്പ് മ്യൂസിയം സജ്ജമാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു. നമ്മളറിയാത്ത ഒരുപാട് രേഖകളുടെ സൂക്ഷിപ്പുകൾ പൈതൃക കേന്ദ്ര പ്രദർശനശാലയിലുണ്ട്. ലോകത്ത് അത്തരം സൂക്ഷിപ്പുകൾ അധികമില്ല. അവ ചരിത്രത്തിന്റെ ശേഷിപ്പുകളാണെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി അധ്യക്ഷയായി. താളിയോല രേഖകൾ, ചരിത്രരേഖകൾ, മുളക്കരങ്ങൾ, ചെപ്പേടുകൾ, കടലാസ് രേഖകൾ തുടങ്ങിയവയാണ് പ്രദർശനത്തിനുള്ളത്. ഐക്യകേരളം രൂപം കൊള്ളുന്നതിനു മുമ്പ് നിലവിലുണ്ടായ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളിലെ ചരിത്ര, സാമൂഹ്യ, സാംസ്കാരിക സംബന്ധിതമായ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ചരിത്രരേഖകളും ഭൂമി സംബന്ധിക്കുന്ന രേഖകളും ഇവയിൽ ഉൾപ്പെടുന്നു. സാമൂഹിക പരിഷ്കരണത്തിന് ഇടയാക്കിയ വിവിധ രാജകീയ ഉത്തരവുകളായ നീട്ടുകൾ, തീട്ടുരങ്ങൾ, ഭൂമിയാണെന്ന് തിട്ടപ്പെടുത്തി നിശ്ചയിച്ച ഒഴുക്കുകൾ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണരേഖകളായ മതിലകം രേഖകൾ, കൊച്ചി ദിവാന്റെ ഡയറികൾ, മലബാറിന്റെ വിവിധ സമരങ്ങൾ വിവരിക്കുന്ന മലബാർ രേഖകൾ എന്നിവയും ഈ ശേഖരത്തിലുണ്ട്. മനുഷ്യ ചരിത്രവും കണ്ണൂർ ചരിത്രവും പ്രതിപാദിക്കുന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അഡ്വക്കേറ്റ് T. സർള, NV ശ്രീജിനി, ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ T. ഗംഗാധരൻ മാസ്റ്റർ, പുരാരേഖ വകുപ്പ് ഡയറക്ടർ ഇൻചാർജ് S. പാർവതി, സയൻസ് പാർക്ക് ഡയറക്ടർ ജ്യോതി കേളോത്ത്, വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഇൻചാർജ് AS ബിജേഷ്, SSK ജില്ലാ കോർഡിനേറ്റർ വിനോദ് കുമാർ, TTI പ്രിൻസിപ്പൽ ഇൻചാർജ് ഡിനിഷ, ശ്രീ ശങ്കരാചാര്യ സർവകലാശാല റിട്ടയർഡ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ MT നാരായണൻ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി ചരിത്ര നിർമ്മിത പുരാരേഖകളിലൂടെ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. ഡോക്ടർ MT നാരായണൻ വിഷയം അവതരിപ്പിച്ചു. ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യഹർജി പ്രത്യേകമായി പരിഗണിക്കാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി. അടിയന്തര പ്രാധാന്യത്തോടെ ഹർജി പരിഗണിക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് ബോബി ചെമ്മണ്ണൂർ ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ എല്ലാ പ്രതികൾക്കും ഒരേ പരിഗണന എന്ന സമീപനമാണ് കോടതിക്കുള്ളതെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജാമ്യഹർജി ചൊവ്വാഴ്ച പരിഗണിക്കാമെന്നുമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. മുതിർന്ന അഭിഭാഷകൻ B. രാമൻപിള്ള ബോബിക്കായി കോടതിയിൽ ഹാജരായിരുന്നു. അദ്ദേഹത്തോട് ഈ സമയത്ത് എന്താണ് ഇവിടെ എന്ന് ചോദിച്ചാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ കേസിനെ കുറിച്ച് സംസാരിച്ചത്.
സാധാരണഗതിയിൽ 4 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ ജാമ്യഹർജി പരിഗണിക്കൂ. ഈ കേസിലും അങ്ങനെയേ ചെയ്യുള്ളൂ. ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിൽ പ്രത്യേക പരിഗണനയില്ല, കോടതി അറിയിച്ചു. മരണമൊഴി ഒഴികെ മറ്റൊരു മൊഴിയും ഈ കേസ് പരിഗണിക്കുന്ന അതേ മജിസ്ട്രേറ്റ് തന്നെ രേഖപ്പെടുത്തുന്നത് ശരിയല്ല. എന്താണ് നിലവിലുള്ള ചട്ടം എന്ന പ്രതിഭാഗം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. അതേ കോടതി തന്നെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു. ജാമ്യഹർജി കേട്ട് അതിൽ തീരുമാനമെടുക്കുന്നു. ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലേക്ക് വിടുന്നു. ഇതൊന്നും ശരിയായ രീതിയിലെന്ന് പ്രതിഭാഗം വാദിച്ചു. അതേസമയം വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ തന്നെ പൊതുമധ്യത്തിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താൻ പാടില്ല. അത് വളരെ മോശമായ രീതിയാണെന്ന് കോടതി പ്രതിയെ ബോധ്യപ്പെടുത്തി. അതിന് മറുപടിയായി ബോബി ചെമ്മണ്ണൂർ ഇനി മേലാൽ ഇത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ആവർത്തിക്കില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിക്ക് ഉറപ്പുകൊടുത്തിരിക്കുന്നത്. ഇക്കാര്യം ബോബി ചെമ്മണ്ണൂരിനോട് പറയുകയും ഇനി ഇക്കാര്യങ്ങൾ ആവർത്തിക്കരുതെന്ന് ഉപദേശിക്കുകയും ചെയ്തിട്ടുള്ളതായും അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. നിലവിൽ ബോബി ചെമ്മണ്ണൂർ ജയിലിലേക്ക് തന്നെ മടങ്ങേണ്ടി വരും. അനീഷ് പാതിരിയാട് രചിച്ച GV ബുക്സ് പ്രസിദ്ധീകരിച്ച ഹെർമൻ ഗുണ്ടർ പുസ്തകം കേരള നിയമസഭയിൽ നടക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ച് സ്പീക്കർ AN ഷംസീർ, ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിലിന് നൽകി പ്രകാശനം ചെയ്തു. സാഹിത്യകാരൻ കുഞ്ഞിക്കണ്ണൻ വാണിമേൽ അധ്യക്ഷത വഹിച്ചു. കുറ്റ്യോത്ത് സദാനന്ദൻ, സന്തോഷ് ആവത്താൻ, എബ്രഹാം മാത്യു, ഡോക്ടർ P മോഹൻദാസ്, അനീഷ് പാതിരിയാട്, വിനോദ് അല്ലൻ, T ഫെബിന എന്നിവരും സംബന്ധിച്ചു. ടിങ്ബോ, കേരളത്തിലെ വംശീയ രജവംശങ്ങൾ എന്നീ പുസ്തകങ്ങളും ഒപ്പം പ്രകാശനം ചെയ്തു. മിനി ജോബ് ഫെയർ. ചെന്നൈ ആസ്ഥാനമായുള്ള IT അനുബന്ധ മൾട്ടിനാഷണൽ സ്വകാര്യ സ്ഥാപനത്തിൽ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് ഡൊമസ്റ്റിക് വോയിസ് പ്രോസസ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ ജനുവരി 15-ന് രാവിലെ 10 മുതൽ കൂടിക്കാഴ്ച നടത്തും. +2 യോഗ്യതയുള്ള 35 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും 250 രൂപ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. നിലവിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കും രജിസ്ട്രേഷൻ സ്ലിപ്പ് കൊണ്ടുവന്ന് ഇന്റർവ്യൂവിന് പങ്കെടുക്കാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04972707 610 6282942066. ലൂക്ക സയൻസ് പോർട്ടൽ മിനി വിജ്ഞാനകോശം. സയൻസ് പോർട്ടലിന്റെ വ്യത്യസ്ത ഘടകങ്ങളെക്കുറിച്ചും സയൻസ് കലണ്ടറിനെക്കുറിച്ചും ക്ലാസ് സംഘടിപ്പിച്ചു. ലൂക്ക അറ്റ് സ്കൂൾ, റേഡിയോ ലൂക്ക, കോഴ്സ് ലൂക്ക, സയൻസ് ഡിക്ഷണറി, കിഡ്സ് ലൂക്ക, ലൂക്ക സ്റ്റോറീസ്, ലൂക്ക ഇവന്റ്സ്, ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റഗ്രാം ലൂക്ക, ലൂക്ക വാട്സ്ആപ്പ് ഗ്രൂപ്പ്, ലൂക്ക ക്വിസ്, ലൂക്ക വാട്സ്ആപ്പ് ഗ്രൂപ്പ്, ലൂക്ക ക്വിസ് ആൻഡ് പസിൽസ്, യൂട്യൂബ് ചാനൽ തുടങ്ങിയ വ്യത്യസ്ത വിഭാഗത്തോട് കൂടിയിലാണ് ലൂക്ക സയൻസ് പോർട്ടൽ പ്രവർത്തിക്കുന്നത്. ദിവസേന പുതുക്കുന്ന 100 കണക്കിന് ശാസ്ത്രലേഖനങ്ങൾ ലൂക്കയിലുണ്ട്. സയൻസ് കലണ്ടർ ഭൂമിയിലെ ജീവപരിണാമത്തിന്റെ കഥയിലെ 12 നായിക കല്ലുകളുണ്ട്. 450 കോടി വയസ്സായ ഭൂമിയിലെ ജീവന് പ്രായം 400 കോടി കൊല്ലം. ആ മനുഷ്യ പരിണാമത്തിന്റെ ചെറിയ കാലം ഒഴികെയുള്ള 400 കോടി കൊല്ലത്തെ ജീവന്റെ കഥ ഒരു നിത്യോപയോഗ വസ്തുവായ കലണ്ടറിലൂടെ പറയുകയാണ്. ഈ കലണ്ടറിൽ എല്ലാ താളിലും അതാതു മാസം പറയുന്ന പരിണാമഘട്ടവുമായി ബന്ധപ്പെട്ട പ്രധാന കണ്ടുപിടുത്തം നടത്തിയ ഓരോ ശാസ്ത്രജ്ഞരുടെയും പടവും വിവരവുമുണ്ട്. അതാതു മാസത്തെ ജ്യോതിശാസ്ത്ര സംഭവങ്ങൾ ഈ മാസത്തെ ആകാശം എന്ന പേരിൽ ചേർത്തിട്ടുണ്ട്. ഇവയിൽ ഒതുങ്ങുന്നില്ല കലണ്ടർ. ഓരോ താളിലെയും QR കോഡ് ഫോണിൽ സ്കാൻ ചെയ്താൽ ആ താൾ പറയുന്ന പരിണാമഘട്ടത്തെപ്പറ്റിയുള്ള വിശദമായ ലേഖനങ്ങളുമുണ്ട്. ശാസ്ത്ര ചരിത്രത്തിൽ ആ മാസം ഓരോ ദിവസവും ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ, ഇന്നത്തെ ആകാശം, ലൂക്ക ടോക്ക്, പ്രതിമാസ ക്വിസ്, പസിൽസ്, കുട്ടി ലൂക്ക, കോഴ്സ് ലൂക്ക, ലൂക്കയുടെ ചോദിക്കാം എന്നിങ്ങനെ അറിവിന്റെ വിശാലമായ ഒരു ലോകമാണ് QR കോഡ് തുറന്നു തരുന്നത്. എല്ലാ വീട്ടിലും എല്ലാ ക്ലാസ് മുറിയിലും ഉണ്ടാകേണ്ട ഒന്നാണ് ലൂക്ക. കലണ്ടർ പരിഷത്ത് പ്രവർത്തകരിൽ നിന്നും 100 രൂപയ്ക്ക് ലഭ്യമാണ്. ശാസ്ത്രാവബോധ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ മനോജ് പുതിയവിള, ലൂക്ക എഡിറ്റർ റിസ്വാൻ എന്നിവർ ക്ലാസ് എടുത്തു. പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് KP പ്രദീപ് കുമാർ അധ്യക്ഷനായി. TK ദേവരാജൻ സംസാരിച്ചു. ശാസ്ത്രാവബോധ സമിതി കൺവീനർ PK ബൈജു സ്വാഗതവും കേന്ദ്ര നിർവാഹക സമിതി അംഗം ജയശ്രീ ടീച്ചർ നന്ദിയും പറഞ്ഞു. പുഷ്പോത്സവം. സ്കൂൾ പൂന്തോട്ട മത്സര വിജയികളെ പ്രഖ്യാപിച്ചു. പുഷ്പോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സ്കൂൾ പൂന്തോട്ട മത്സരത്തിൽ ചാല ചിന്മയ വിദ്യാലയ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഭരണശ്ശേരി സെന്റ് തെരേസസ് ഹൈസ്കൂൾ 2ാമതും പയ്യാമ്പലം GVHSS ഗേൾസ് 3ാമതും എത്തി. സ്കൂൾ വെജിറ്റബിൾ ഗാർഡൻ മത്സരത്തിൽ പാപ്പിനിശ്ശേരി GMLP സ്കൂളിലാണ് 1ാം സ്ഥാനം. തോട്ടട SN ട്രസ്റ്റ് HSS 2ാം സ്ഥാനവും കുറ്റിക്കകം സൗത്ത് LP സ്കൂൾ മുനമ്പ് നടാൽ 3ാം സ്ഥാനവും നേടി. കണ്ണൂർ ടൗൺ മുനിസിപ്പൽ HSS
സ്കൂളിന് പ്രോത്സാഹന സമ്മാനവും ലഭിച്ചു. പുഷ്പോത്സവത്തിന്റെ ഭാഗമായി അടുക്കള പച്ചക്കറിത്തോട്ടം വീട്ടുമുറ്റം പൂന്തോട്ടം മത്സരം ജനുവരി 11 രാവിലെ 9:30 നടക്കും. അഴീക്കോട് ചാൽ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപം അഴീക്കോട് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഗിരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. പുഷ്പോത്സവത്തിന്റെ ഭാഗമായുള്ള ചിത്രോത്സവം ജനുവരി 12 കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിന് മുൻപിലുള്ള ടി കെ ബാലൻ സ്മാരക ഹാളിൽ നടക്കും. കെ വി സുമേഷ് MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികൾക്ക് പങ്കെടുക്കാം. രാവിലെ 9 രജിസ്ട്രേഷൻ ആരംഭിക്കും. സുകുമാർ അഴീക്കോട് അനുസ്മരണം 25 പാട്യം ഗോപാല പഠന ഗവേഷണ കേന്ദ്രം, ലൈബ്രറി കൗൺസിലിന്റെയും പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന സുകുമാർ അഴീക്കോട് അനുസ്മരണം 25 നടക്കും. വൈകിട്ട് 5 പള്ളിക്കുന്ന് കൃഷ്ണമേനോൻ വനിതാ കോളേജിൽ നടക്കുന്ന പരിപാടിയിൽ ഭാരതീയ പാരമ്പര്യവും ധാർമ്മിക മൂല്യങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടർ രാജ ഹരിപ്രസാദ് പ്രഭാഷണം നടത്തും. സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ പഠന ഗവേഷണ കേന്ദ്രം ചെയർമാൻ MV ജയരാജൻ, ഡയറക്ടർ P ഹരീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികൾ MV ജയരാജൻ, നാരായണൻകാവുംബൈ വൈസ് ചെയർമാൻ, ഹരീന്ദ്രൻ കൺവീനർ, PK വിജയൻ ജോയിന്റ് കൺവീനർ. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. ദേശീയ യുവജന ദിനാഘോഷത്തിന്റെ 2025 ഭാഗമായി ഇലക്ഷൻ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി 13 ഉച്ചയ്ക്ക് 2 കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രഭാഷണ മത്സരം സംഘടിപ്പിക്കുന്നു. ജനാധിപത്യത്തിൽ യുവാക്കൾക്ക് അവരുടെ വോട്ടവകാശത്തിനുമുള്ള പ്രാധാന്യമെന്ന വിഷയത്തിൽ നടത്തുന്ന മത്സരത്തിൽ ജില്ലയിലെ വിവിധ കോളേജുകളിലെ ഇലക്ട്രൽ ലിറ്ററസി ക്ലബ്ബുകൾ മുഖാന്തിരം നോമിനേറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ചാൽ ബീച്ചിന് ചരിത്ര നേട്ടമായി ബ്ലൂ ഫ്ലാഗ് അന്താരാഷ്ട്ര അംഗീകാരം. പരിസ്ഥിതി സൗഹൃദമായ ഇടപെടലുകളിലൂടെ വൃത്തിയും സുരക്ഷയും ഉറപ്പാക്കി അന്താരാഷ്ട്ര അംഗീകാരമായ ബ്ലൂ ഫ്ലാഗ് നേട്ടം സ്വന്തമാക്കി കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ഗ്രാമപഞ്ചായത്തിലെ ചാൽ ബീച്ച്. ഡെൻമാർക്ക് ആസ്ഥാനമായി ലോകത്ത് 51 രാജ്യങ്ങളിലായി പ്രവർത്തിക്കുന്ന ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്ന സംഘടനയാണ് വിശദമായ പരിശോധനകൾക്കു ശേഷം ബ്ലൂ ഫ്ലാഗ് പദവി നൽകിയത്. സംസ്ഥാനത്ത് ബ്ലൂ ഫ്ലാഗ് അംഗീകാരം ലഭിക്കുന്ന രണ്ടാമത്തെ ബീച്ചാണ് ചാൽ ബീച്ച്. രാജ്യത്ത് 13 ബീച്ചുകൾക്കാണ് ഈ വർഷം ബ്ലൂ ഫ്ലാഗ് അംഗീകാരം ലഭിച്ചത്. അഴീക്കോട് MLA KV സുമേഷാണ് ചാൽ ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് ലഭിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ജില്ലാ കളക്ടർ അരുൺ K വിജയൻ ചെയർമാനായ ചാൽ ബീച്ച് മാനേജ്മെന്റ് കമ്മിറ്റി അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥേസായി കൃഷ്ണയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. ജൈവ വൈവിധ്യ സമ്പന്നമായ ചാൽ ബീച്ചിൽ കണ്ണൂർ ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും നടത്തിയ പരിസ്ഥിതി സൗഹൃദമായ ഇടപെടലുകളാണ് ബ്ലൂ ഫ്ലാഗ് ലഭിക്കാൻ വഴിയൊരുക്കിയത്. ജനുവരി 9 അഹമ്മദാബാദിലെ സെന്റർ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ക്യാമ്പസിൽ നടന്ന അന്താരാഷ്ട്ര കോൺഫറൻസിൽ ചാൽ ബീച്ചിനു വേണ്ടി DTPC ബീച്ച് മാനേജർ PR ശരത് കുമാർ പതാക ഏറ്റുവാങ്ങി. ബ്ലൂ ഫ്ലാഗ് പ്രവർത്തനങ്ങളുടെ അവലോകനം, ചാൽ ബീച്ചിൽ ബ്ലൂ ഫ്ലാഗ് അവാർഡ് ലഭ്യമാക്കാനായി നടത്തിയ മാനദണ്ഡങ്ങളുടെ പ്രസന്റേഷൻ, ഗ്രൂപ്പ് ഡിസ്കഷൻ തുടങ്ങിയവ നടന്നു. ഗുജറാത്ത് ടൂറിസം സെക്രട്ടറി രാജേന്ദ്ര കുമാർ, FV CEO ഡാനിയൽ ഷാഫർ, ബ്ലൂ ഫ്ലാഗ് ദേശീയ ജൂറി അംഗം ഡോക്ടർ അലക്സ് സക്സേന, ബ്ലൂ ഫ്ലാഗ് ഇന്ത്യ നാഷണൽ ഓപ്പറേറ്റർ ഡോക്ടർ ശ്രീജി കുറുപ്പ്, ആന്ധ്രാപ്രദേശ് ടൂറിസം അതോറിറ്റി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ജയന്തി നായിഡു, CE ഗവേണിംഗ് കൗൺസിൽ അംഗം പ്രസാദ് മേനോൻ, ജപ്പാൻ അലയൻസ് ഓഫ് ട്രാവൽ ഏജൻസിന്റെ മസാരു തകായാമ എന്നിവർ പങ്കെടുത്തു. തടസ്സങ്ങളില്ലാതെ ഉപയോഗിക്കാവുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്ത കുറഞ്ഞ ചെലവിലുള്ള പരിസ്ഥിതി സൗഹൃദ മാതൃക പ്രദർശിപ്പിച്ചതിന് FEE ഇന്റർനാഷണലും ദേശീയ ജൂറിയും ബ്ലൂ ഫ്ലാഗ് ഇന്ത്യ നാഷണൽ കോർഡിനേറ്ററും ചാൽ ബീച്ചിനെ പ്രത്യേകം അഭിനന്ദിച്ചു. ജനപ്രതിനിധികൾ, പഞ്ചായത്ത്, കുടുംബശ്രീ, SHE അംഗങ്ങൾ, സോഷ്യൽ ഫോറസ്ട്രി, പ്രോ ആക്റ്റീവ് ടൂറിസം വകുപ്പ് സുസ്ഥിര ടൂറിസം രീതികൾ സ്വീകരിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമായ ജില്ലാ ഭരണകൂടം എന്നിവരുടെ പങ്കാളിത്തത്തെ പ്രത്യേകം അഭിനന്ദിച്ചു. അഴീക്കോട് മണ്ഡലത്തിലെ ചാൽ ബീച്ചിന് ബ്ലൂ ഫ്ലാഗ് പദവി ലഭ്യമാക്കാനായി ജില്ലാ ഭരണകൂടത്തിനും DTPCക്കുമൊപ്പം 2 വർഷമായി പ്രവർത്തിച്ചു വരികയാണ്. ഈ പദവി ലഭിക്കുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെ ബീച്ചാകാൻ ചാൽ ബീച്ചിന് കഴിഞ്ഞത് സന്തോഷകരമാണ്. കൂടുതൽ സന്ദർശകർ എത്താനും ജില്ലയിലെ ടൂറിസം മേഖലയ്ക്കാകെ ഉണർവേകാനും ഈ നേട്ടം സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ഈ അംഗീകാരം ചാൽ ബീച്ചിനെയും കണ്ണൂർ ജില്ലയുടെ ടൂറിസം മേഖലയുടെ തന്നെ വലിയ മാറ്റത്തിലേക്ക് നയിക്കും. ജില്ലയിലെ ടൂറിസം മേഖലയിലെ വളർച്ചയിൽ ഒരു നാഴികക്കല്ലായി മാറുന്ന ഈ നേട്ടത്തിന് വേണ്ടി ഒപ്പം പരിശ്രമിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ജില്ലയിലെ എല്ലാ സ്ഥാപനങ്ങളും ജനുവരി 30-നകം ഹരിത സ്ഥാപനങ്ങളാകാൻ നടപടികൾ ത്വരിതപ്പെടുത്തണം. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി.
ജില്ലയിലെ ഓഫീസുകൾ, സ്കൂളുകൾ, അങ്കണവാടികൾ, ആശുപത്രികൾ, റെയിൽവേ സ്റ്റേഷനുകൾ ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങളും ജനുവരി 30-നകം ഹരിത സ്ഥാപനങ്ങളായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തണമെന്ന് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. ടൗണുകൾ, മാർക്കറ്റുകൾ, പൊതു ഇടങ്ങൾ തുടങ്ങി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുഴുവൻ ഇടങ്ങളും ഹരിത പദവി നേടാൻ പ്രയത്നിക്കാൻ യോഗം തീരുമാനിച്ചു. ഫെബ്രുവരി പകുതിയോടെ 100% അയൽക്കൂട്ടങ്ങളും ഹരിത അയൽക്കൂട്ടങ്ങളായി മാറിയതിന്റെ പ്രഖ്യാപനം നടത്തണം. ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളും കലാലയങ്ങളും ഹരിത പദവിയിൽ എത്തിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് പ്രത്യേക നിർദ്ദേശം നൽകി. ജനുവരി 26-ന് ജില്ലയിലെ 50% ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയും മാർച്ച് 30-ന് ജില്ലയിലെ 100% ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയും ഹരിത ടൂറിസം കേന്ദ്രങ്ങളാക്കി മാറ്റാൻ കഴിയണം. 100% കവറേജ്, യൂസർ ഫീ, ജൈവമാലിന്യ സംസ്കരണം, ആവശ്യകതയുടെ അത്രയും മാലിന്യ ശേഖരണ കേന്ദ്രങ്ങൾ, STP, FSTP, RDF പ്ലാന്റുകൾ, സാനിറ്ററി മാലിന്യ സംസ്കരണം തുടങ്ങിയവയിലൂടെ മാലിന്യക്കൂന രഹിത ജില്ല എന്ന നിലയിലേക്ക് എത്തുകയാണ് ലക്ഷ്യമെന്നും യോഗം വിലയിരുത്തി. ജില്ലയിൽ ഇതുവരെ 98 ടൗണുകളെ ഹരിത ടൗണുകളായും 248 പൊതു ഇടങ്ങളിൽ 33 പൊതു ഇടങ്ങളെ ഹരിത പൊതു ഇടങ്ങളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4659 സ്ഥാപനങ്ങളിൽ 2426 സ്ഥാപനങ്ങൾ ഹരിത സ്ഥാപനങ്ങളായും പ്രഖ്യാപനം നടത്തി. നിലവിൽ 14,478 അയൽക്കൂട്ടങ്ങളെയാണ് ഹരിത അയൽക്കൂട്ടങ്ങളായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജില്ലയിലെ 1629 വിദ്യാലയങ്ങളിൽ 1184 എണ്ണവും 110 കലാലയങ്ങളിൽ 42 എണ്ണവും ഹരിത കലാലയങ്ങളായി പ്രഖ്യാപിച്ചു. 34 ടൂറിസം കേന്ദ്രങ്ങളിൽ 6 എണ്ണമാണ് ഹരിത ടൂറിസം കേന്ദ്രങ്ങളായി പ്രഖ്യാപനം നടത്തിയത്. ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഓറിയന്റേഷൻ ആവശ്യമുള്ള ഓഫീസുകൾക്ക് ശുചിത്വ മിഷനെ സമീപിക്കാവുന്നതാണെന്ന കോർഡിനേറ്റർ അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി അധ്യക്ഷത വഹിച്ചു. ADMC പത്മചന്ദ്രക്കുറുപ്പ്, LSGD ജോയിന്റ് ഡയറക്ടർ TJ അരുൺ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KM സുനിൽകുമാർ, ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ സോമശേഖരൻ എന്നിവർ സംസാരിച്ചു. വകുപ്പ് മേധാവികൾ, MLA-മാരുടെ പ്രതിനിധികൾ, വ്യാപാരി ഹോട്ടൽ കാറ്ററിംഗ് അസോസിയേഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. MT വാസുദേവൻ നായർ അനുസ്മരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. കുയിലൂർ പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ MT വാസുദേവൻ നായർ അനുസ്മരണവും വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. ചടങ്ങ് വാർഡ് മെമ്പർ K ശോഭനയുടെ അധ്യക്ഷതയിൽ പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. VK രാജീവൻ മാസ്റ്റർ MT അനുസ്മരണ പ്രഭാഷണം നടത്തി. P ഷിനോജ്, KV മനോഹരൻ, P അഭിജിത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഗ്രന്ഥശാല സെക്രട്ടറി തുളസീധരൻ മാസ്റ്റർ സ്വാഗതവും PP രാഘവൻ മാസ്റ്റർ നന്ദിയും പ്രകാശിപ്പിച്ചു. അനുമോദന ചടങ്ങിൽ സംസ്ഥാന കലോത്സവത്തിൽ കേരള നടനത്തിന് A ഗ്രേഡ് നേടിയ ആദിശ്രീ മുരളി, കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc ഫിസിയോളജിയിൽ 2ാം റാങ്ക് നേടിയ ആര്യശ്രീ EK, കണ്ണൂർ യൂണിവേഴ്സിറ്റി BSc ഫിസിക്സിൽ 3ാം റാങ്ക് കരസ്ഥമാക്കിയ നന്ദകിഷോർ, സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ വായനോത്സവം വിജയി ശ്രീഷ്മ ദിലീപ്, താലൂക്ക് സർഗോത്സവം ഉപന്യാസ മത്സരത്തിൽ 1ാം സമ്മാനം നേടിയ ശൃംഗ ഫ്രഷി, UP താലൂക്ക് തല വിജയി തന്മയ് കൃഷ്ണ, നേതൃസമിതി സർഗോത്സവം കഥാരചന 1ാം സ്ഥാനം നേടിയ ശ്രീനിക ഫ്രഷി, ചിത്രരചനയിൽ 1ാം സ്ഥാനം നേടിയ തൻഷിക രതീഷ്, സർക്കാർ സർവീസിലേക്ക് പ്രവേശനം നേടിയ ശില്പ പ്രജേഷ്, ഉപന്യാസ മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ ധാര രാജേഷ്, സഹോദയ കലോത്സവത്തിൽ സംസ്ഥാനതല പ്രസംഗ മത്സരത്തിൽ A ഗ്രേഡ് നേടിയ ഋഷികേശ്, +1 പരീക്ഷയിൽ 600-ൽ 600 മാർക്കും കരസ്ഥമാക്കിയ തേജൽ KK, കുയിലൂരിന്റെ ചിത്രകാരൻ അജയ് ഘോഷ് എന്നിവരെയാണ് B ഷംസുദ്ദീൻ അനുമോദിച്ചത്.